ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്നും എന്തെങ്കിലുമൊക്കെ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടല്ലേ വരാറ്. അപ്പോൾ ഇന്ന് അതൊന്ന് മാറ്റി പിടിക്കാം. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ പായസങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു അടിപൊളി പായസം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് പച്ചരിയോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അരി ഞാൻ നന്നായി കഴുകിയിട്ട് കുറച്ച് സമയം ഒന്ന് ഉണക്കിയെടുത്തതാണ്. ഇനി വേണ്ടത് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ബദാം, കുറച്ച് പിസ്ത, ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി, ഇനി ഒരു 2 ലിറ്റർ പാലും കൂടെ വേണം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ അരിയും പിസ്തയും കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് പൊടിഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി. ഇതാ ഇതുപോലെ. കാഷ്യൂനട്ടും ബദാമും പിസ്തയൊന്നും മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് പായസത്തിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ഉരുകി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് നല്ല കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ലിറ്ററോളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര എല്ലാം കൂടെ കട്ട പിടിച്ച് ആകെ ഒരു ക്രിസ്റ്റൽ പോലെ ആയി മാറും. പിന്നെ അത് ഉരുകി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. 2 ലിറ്റർ പാലെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. നന്നായി ഉരുകി പാകമായിട്ട് ചൂടിലിരിക്കണ പഞ്ചസാരയിലേക്ക് ഈ ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല ആവി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ കാരമലും വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. നന്നായി തള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ലിറ്റർ പാല് ചേർക്കാം. പാല് ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള അരി, ബദാം, പിസ്ത, കാഷ്യൂനട്ട് ഇതെല്ലാം കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അരിയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു പായസം വെക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക പാലട, സേമിയ, പരിപ്പ് പായസം, അടപ്രഥമൻ ഇതൊക്കെയല്ലേ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു പായസമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പാലടയും പരിപ്പും അടപ്രഥമനൊക്കെ ഉണ്ടാക്കണം അത്ര സമയമോ അത്ര ബുദ്ധിമുട്ടൊന്നും ഈ പായസം ഉണ്ടാക്കാനില്ല. ഇനിയിപ്പോൾ ബദാമും പിസ്തയൊന്നും കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കൊന്നും വേണ്ട. കാഷ്യൂനട്ട്, അരി, ഏലക്ക, പഞ്ചസാര, പാല് ഇത് മാത്രം ഉണ്ടായാലും മതി. ഇതുപോലൊരു പായസം ഞാൻ ദാറ്റ് ഹംഗ്രി ബെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കണ്ടിട്ടുള്ള അതുപോലെയല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ പായസം ഇവിടെ ഏകദേശം വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അരിയും പാലും കൂടെ ഏകദേശം ഒരേ ലെവലിൽ വരണം. ഇത് നമ്മളെ പായസത്തിലെ പാലൊക്കെ വറ്റിയിട്ട് അരി നന്നായി വെന്ത് പാലും അരിയും കൂടെ ഏകദേശം ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ആദ്യം നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര അല്ലാതെ വേറൊരു മധുരവും ചേർത്തിട്ടില്ല. അരിയൊക്കെ നന്നായി വെന്ത് വന്നതുകൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. എനിക്ക് പായസത്തിന് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. ഞാൻ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇവിടെ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുമ്പോൾ പായസം ഒന്നും കൂടെ ഒന്ന് ലൂസാവും. ഇപ്പൊ പായസം നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മളെ പായസം ഇവിടെ റെഡിയാവും. ഇപ്പൊ ഇതാ പായസം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ചു വന്നാലാണ് പഞ്ചസാരയുടെ ആ ഒരു പച്ച ചൊവ്വയ്ക്കൊന്നും മാറി കിട്ടുള്ളൂ. ഇപ്പം ഇതാ നമ്മളെ പായസം ഇവിടെ സെറ്റായി വന്നിട്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കായ നമുക്കൊരു 1/2 ടീസ്പൂൺ ഈ പായസത്തിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഏലക്കായും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പായസത്തിന് നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ എടുത്ത് കഴിക്കരുത്. ഒരു മണിക്കൂർ ഈ ഉരുളിയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പാത്രപാകം ആയതിനു ശേഷം മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ പായസത്തിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. പായസം ഇപ്പോൾ ഇവിടെ റെഡിയായി. പക്ഷെ ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും കൂടെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഈ പായസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. വെറും ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാൻ അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്.
അപ്പം ഇനി പെട്ടെന്നൊരു പായസം കുടിക്കണമെന്ന് തോന്നിയാ ഇത്രയും സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.